രാവിലെ തന്നെ പരീക്ഷണം നടത്തി പൊട്ടിപ്പാളീസായ ഒരു കഥ കേൾക്കണോ? അപ്പോൾ ഇത് ദോശമാവോ ഇഡ്ലിമാവോ ഒന്നും കരുതി വെച്ചിട്ടില്ലാത്തത് കാരണം ബ്രേക്ക്ഫാസ്റ്റിന് ഇൻസ്റ്റാ പേജിൽ നിന്ന് കണ്ടൊരു ഇൻസ്റ്റന്റ് ഗോതമ്പ് അപ്പം പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതി. പറഞ്ഞതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും ചോറും തേങ്ങയും ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതേ പാത്രത്തിലേക്ക് മാറ്റി 15 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് നമ്മുടെ കല്ലിലേക്ക് ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാമെന്ന് കരുതി. നോൺ സ്റ്റിക്ക് അല്ലാത്തത് ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ പണി എനിക്ക് അവിടുന്ന് തന്നെ കിട്ടി. അപ്പോൾ ഞാനും തമ്മിൽ നല്ലൊരു മൽപ്പിടുത്തം തന്നെ ആയിരുന്നു കേട്ടോ. അവസാനം ഞാനങ്ങ് വിട്ടുകൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്ക് പാനിൽ നമ്മുടെ തട്ട് ദോശ പോലെ ചുട്ടെടുക്കാമെന്ന് കരുതി ഞാനങ്ങനെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാവ് കോരി ഒഴിച്ച് നമ്മുടെ തട്ട് ദോശ പോലെ ചുട്ടെടുക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നല്ല കുഴികളൊക്കെ വന്ന് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. തിരിച്ചിട്ടപ്പോഴും നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഗോതമ്പ് പൊടിയിൽ ചോറൊക്കെ ചേർത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് സ്റ്റിക്കി ആയിരുന്നു. മാത്രമല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈസ്റ്റിൻ്റെ മണം വല്ലാതെ കുത്തുന്നുണ്ട്.